എല്ലാവർക്കും ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. ആരോഗ്യവേദിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരീരം പുറംതള്ളുന്ന പല സംഗതികളെയും രോഗമായി കണക്കാക്കുകയും അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കുകയുമൊക്കെ നിരന്തരം നമ്മൾ കണ്ടുവരുന്നുണ്ട്. യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും തരത്തിലുള്ള നിറവ്യത്യാസം കാണുകയാണെങ്കിൽ, മഞ്ഞയോ ചുവപ്പോ ആയിട്ടുള്ള നിറം കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പത കാണുകയാണെങ്കിൽ, ഇതൊക്കെ എന്തോ ഒരു ആരോഗ്യ പ്രശ്നമാണ് എന്ന് ചിന്തിക്കുകയും ചികിത്സ സ്വീകരിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള അവയവങ്ങളുടെ തകരാറിലേക്ക് ഇത് കൊണ്ടെത്തിക്കും എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഡോക്ടർമാർ പറയുകയും ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കേണ്ടി വരും എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ പലപ്പോഴും നിർദ്ദേശിക്കാറുണ്ട്. ഈ സമയത്ത് മിക്ക ആളുകളും മറുത്തൊന്നും ചിന്തിക്കാതെ നിരന്തരം മരുന്ന് കഴിക്കുന്ന, അല്ലെങ്കിൽ അവയവങ്ങൾക്ക് എന്തെങ്കിലും തകരാറുണ്ട് എന്ന് വിശ്വസിക്കുകയും തുടർന്ന് സർജറികളിലേക്കുമൊക്കെ പോകുന്ന സംഭവങ്ങളാണ് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറുത്തൊന്ന് ചിന്തിക്കാനോ ശരീരത്തിന് ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും വരുംവരായികകൾ വരുമെന്നോ എന്തെങ്കിലും തരത്തിൽ ശരീരത്തിന് ദോഷമുണ്ടാകുമെന്നോ എന്നും പലപ്പോഴും ആളുകൾ ചിന്തിക്കാറില്ല. ഒരു സെക്കൻഡ് ഓപ്ഷൻ പലപ്പോഴും ആളുകൾ എടുക്കാറില്ല. യഥാർത്ഥത്തിൽ ഇവിടെ അറിവില്ലായ്മയും ഭയവുമൊക്കെ ആളുകളെ ചൂഷണത്തിന് ഇരയാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ശരീരത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ അസുഖങ്ങളല്ല, ശരീരത്തിൻ്റെ മാലിന്യം പുറംതള്ളുന്നതിൻ്റെ ഭാഗമായി നടക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മളുള്ളത് കേച്ചേരിയിലെ ചികിത്സാ കേന്ദ്രത്തിലാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അബ്ദുള്ള കുട്ടിക്കയാണ്. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു അനുഭവവും അതിനെ തുടർന്ന് അദ്ദേഹം സ്വീകരിച്ച ചികിത്സാ രീതിയെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹം ഇന്ന് നമ്മോട് സംസാരിക്കും. എന്താണ് വിശേഷം? സുഖമായിരിക്കാം. ആദ്യം യൂറിൻ പാസ് ചെയ്തപ്പോ പത കണ്ടെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണ് ചികിത്സകളെ കുറിച്ച് ചിന്തിക്കുന്നത്. എന്തായിരുന്നു ആ അനുഭവം? ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ജീവിതശൈലി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് 2019 ഇങ്ങനെ വീഡിയോ കാണുകയും ഈ ഡോക്ടർമാര് മൂത്രത്തിൽ പത എന്നുള്ള ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്കും ക്ലോസറ്റിൽ ഇങ്ങനെ മൂത്രം ഒഴിക്കുമ്പോൾ പത വരുന്നത് കണ്ട്. പക്ഷെ ഈ വീഡിയോയും ഇതും കൂടി ഞാൻ ചെയ്ത് ചിന്തിച്ചപ്പോൾ അത് എനിക്ക് എന്നെ ഒരു ചിന്ത അലട്ടി, ഇത് അസുഖമായിട്ടിരിക്കണം. അപ്പൊ ഈ പത വന്നു കഴിഞ്ഞാൽ കിഡ്നിയുടെ തകരാറാണ് എന്നുള്ള ഒരു സന്ദേശം ആ വീഡിയോയിൽ നിന്ന് കണ്ടു. അങ്ങനെ ഞാൻ അടുത്തുള്ള ഡോക്ടറെ പോയി കണ്ടു. അങ്ങനെ അദ്ദേഹം എന്നെ LFT ലിവർ ഫങ്ഷൻ ചെക്കിന് ടെസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ഫാറ്റി ലിവറിന് വേണ്ടി മരുന്നൊക്കെ എനിക്ക് തന്നു. അങ്ങനെ എന്നെ കൊണ്ട് സ്കാൻ ചെയ്യിപ്പിച്ചു. മരുന്ന് തന്നതിന് ശേഷം വീണ്ടും സ്കാൻ ചെയ്യിച്ച അപ്പൊ സ്കാനിങ്ങിൽ ഗ്രേഡ് 2 ആണെന്നുള്ള ഇത് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ മരുന്നും നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. അതല്ല, ഈ മൂത്രത്തിൽ പത കാണലല്ലാതെ വേറെന്തെങ്കിലും വേദനയോ നീർക്കെട്ടോ എന്തെങ്കിലും മുഴയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല, അനുഭവത്തിലൊന്നുമില്ല. മൂത്രം കഴിക്കുമ്പോ പത അങ്ങനെ ഞാൻ വെള്ളം ധാരാളം കുടിക്കാൻ ഇങ്ങനെ കാണുമല്ലേ, അപ്പൊ അങ്ങനെ വെള്ളം ധാരാളം കുടിക്കും. അങ്ങനെ അത് കളറ് ചേഞ്ച് ഇങ്ങനെ വെള്ളയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ധാരാളം വെള്ളം കുടിക്കും. അങ്ങനെ ഞാൻ കൂടുതൽ മൂത്രം ഒഴിക്കാൻ ഇങ്ങനെ തുടങ്ങി. പിന്നെ കാലകാലം വന്നിട്ട് പിന്നെ മൂത്രമൊഴിക്കല് കൂടുതലായി വന്നു. ശരിക്ക് ഇപ്പൊ ഇത് മനസ്സിലാക്കിയപ്പോ അല്ലെ, അത് ശരിക്കും വേസ്റ്റ് ആയിരുന്നു ശരീരത്തിൽ ഉണ്ടായത്. അത് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് പതയും നിറവൊക്കെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി. യഥാർത്ഥത്തിൽ സത്യതാണല്ലോ. പലപ്പോഴും അതിനൊരു രോഗമായിട്ടാണ് ആളുകളുടെ ഇടയിൽ ചിത്രീകരിക്കുന്നത്. ഒരു പത പോകുമ്പോൾ അല്ലെങ്കിൽ യൂറിൻ മഞ്ഞോ ചുവപ്പോ നിറത്തിലൊക്കെ പോകുമ്പോൾ അതേ വേസ്റ്റ് ശരീരത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു നിർദ്ദേശമാണ് പൊതുവെ കൊടുക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ആ വേസ്റ്റ് പോവല്ലേ ചെയ്യുന്നത്. അത് ഇത് വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ കൂടുതൽ തന്നെ ഇങ്ങനെ ഈ ചിന്ത അലട്ടിയതിനു ശേഷം കൂടുതൽ പത കാണുകയും അതിങ്ങനെ വീട്ടിൽ ഞാൻ വെള്ളം കുടിക്കുകയും അതിങ്ങനെ തുടർന്ന് പോകുന്നു. പക്ഷെ ധാരാളം മൂത്രം ഒഴിക്കും.
സ്വാഭാവികമായിട്ടും ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതൽ വെള്ളകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായി യൂറിനേറ്റ് ചെയ്ത് പോകും. അതെ അതെ അതാണല്ലോ സത്യം. അതെ, അങ്ങനെയൊക്കെ കാലം തുറന്നിട്ടാണ് ഇപ്പൊ ഇങ്ങനെ കണ്ട് സമീപിച്ചപ്പോഴാണ് ഇപ്പൊ ഈ ഒരു ഇതിങ്ങനെ നമ്മൾ തുടർന്ന് വന്നത്. നമ്മുടെ ശരീരത്തിന് ദോഷാണ്, വെള്ളം ഒരുപാട് കുടിക്കല് ദോഷാണ് എന്നുള്ള ഒരു ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞ് അത് കണ്ടിന്യൂ ചെയ്തപ്പോ അതിനെനിക്ക് ശരിക്കും അതിന്റെ എഫക്റ്റ് മാറ്റം വരുന്നുണ്ട്. മാറ്റം അക്യുപഞ്ചർ ചികിത്സയില് അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ കേട്ടപ്പോ ശരിക്കും അത്ഭുതമായില്ലേ? മനസ്സിലാക്കിയതിന് നേരെ വിപരീതമാണ്. എന്റെ മനസ്സിന് ഇത് കൂടുതൽ ചിന്ത, ഇത് ഇനി ഇങ്ങനെ വളർന്നു വലുതായി നമ്മൾ കൂടുതൽ ഇന്നത്തെ സാഹചര്യത്തിന്റെ ഈ ചികിത്സാ ചിലവൊക്കെ ആലോചിച്ചൊക്കെ വളരെ എന്നും എന്നെ ഇങ്ങനെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കും. ഇത് കൂടുതൽ ഹോസ്പിറ്റലുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ ചെക്കിങ്ങിനും ഇഷ്ടംപോലെ പൈസ വരുന്നൊരവസ്ഥ അത് മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ മരുന്നില്ലാത്തുള്ള ഇങ്ങനെ ഈ ഇത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങളായിട്ട് ബന്ധപ്പെടുകയും. ശരിക്ക് ഇവിടെ അറിവാണ് ആരോഗ്യമാവുന്നത് അല്ലെ? അതെ, ശരിയായ അറിവാണ് നമുക്ക് ആരോഗ്യം നേടിത്തരുന്നത്. ഇത് പുറത്തേക്ക് പോകുന്നത് നല്ലതിനാണ്. എന്റെ ശരീരത്തിന് ഇത് ഗുണേ ഉണ്ടാക്കുള്ളൂ എന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ പലപ്പോഴും ചികിത്സയുടെ ആവശ്യം തന്നെ വരുന്നില്ല അല്ലെ? അറിവ് ആരോഗ്യമാവാണ് ചെയ്യുന്നത്. അതെ അതെ, ഒരു മനുഷ്യന് നമ്മളെ ഇത് ഇങ്ങനെ മരുന്നില്ലാതെ ചികിത്സ എന്ന് പറയുമ്പോ തന്നെ മനസ്സിന് വളരെയധികം സന്തോഷമാണ്. ശരിക്ക് പലപ്പോഴും പറയാറുണ്ട് 90% അസുഖങ്ങളും മനസ്സിന്റെ ആണെന്ന് പറയാറുണ്ട്. പൊതുവെ ആളുകൾ ഇങ്ങനെ ഇത് വലിയ പ്രയാസമാണ്, ഇത് വലിയ അസുഖത്തിലേക്ക് അവയവങ്ങളുടെ നാശത്തിലേക്കൊക്കെ എത്തുന്നു പറയുമ്പോ തന്നെ മനസ്സാകെ തകരാറിലായിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അസുഖം കൂടിയ പോലെ തോന്നും. ആ അസുഖം കൂടുതലായിട്ട് തോന്നിയ പോലെ തോന്നും. പിന്നെ നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങളും വളരെ മന്ദീഭവിക്കും, ഒരു മന്ദഗതിയിലായി കാര്യങ്ങൾ ചിന്തിച്ചിട്ട്. ഇപ്പൊ എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ ഉന്മേഷം കൂടി എനർജി കൂടുതലായിട്ട് വരുന്നു. മറ്റുള്ളത് ഇതിന് കൂടുതൽ ഇംഗ്ലീഷ് മരുന്നുകളെ മറ്റുള്ള കാര്യങ്ങൾ കഴിച്ചിട്ട് എഫക്റ്റും ബാധിക്കില്ല, ഒന്നുമില്ല, മരുന്നുമില്ല. ഇത് നമുക്ക് വീണ്ടും ഒരു ഊർജം തന്നെ മനസ്സിന് ഇങ്ങനെ ഒരു തെളിച്ചിങ്ങനെ വന്നു വരുന്ന പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ശരീരത്തിന് ഒരു ദോഷവും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്തായാലും തേടും. തീർച്ചയായിട്ടും. പലപ്പോഴും ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ എങ്ങനെങ്കിലും മരുന്നില്ലാതെ സർജറി ഒന്നും ഇല്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ് അക്യുപഞ്ചർ ചികിത്സയിലേക്ക് എത്തുക. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ഉണ്ടാകും അല്ലെ? നിരന്തരം ഈ പ്രയാസം അനുഭവിക്കാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടാവും. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അക്യുപഞ്ചർ ചികിത്സ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു സൈഡ് എഫക്റ്റും ചെയ്യാതെ, ശരീരത്തിന് യാതൊരു ദോഷവും ചെയ്യാതെ, പ്രതിരോധ ശേഷിയും ശരീരത്തിന്റെ ഊർജ്ജവും ഒക്കെ വർദ്ധിപ്പിച്ചിട്ട് മനസ്സമാധാനം അല്ലെ? അതല്ലേ തീർച്ചയായിട്ടും. നമ്മൾ ഈ മറ്റുള്ള ഈ കൂടുതൽ പൈസ വേണം ഇങ്ങനെ നമുക്കതൊരു വലിയ ഭാരമായിട്ട് മനസ്സിൽ ചിന്തിക്കുമ്പോ അങ്ങനെ മനസ്സിൽ നമ്മൾ ദൈവത്തോടുള്ള ഇങ്ങനെ ചിന്തിക്കുമ്പോ നമുക്ക് ഇങ്ങനെ മുന്നിലേക്ക് ഒരു വഴി തുറന്നു തരുന്നത് പോലെ തോന്നുകയാണ്. നമ്മളെ അന്വേഷണത്തിന്റെ ആ ഒരു ത്വര മനസ്സിൽ ഇങ്ങനെ വരുമ്പോ നമുക്കൊരു വഴി തുറന്നു ഇന്ന വഴി സഞ്ചരിക്കാൻ വരും എന്നുള്ള ഒരു ആ വഴിയിൽ നമ്മൾ എത്തിപ്പെടുകയാണ്. അതിൽ നമുക്ക് വളരെയധികം എല്ലാം കൊണ്ടും നമുക്ക് അതിനൊരു ആശ്വാസമുണ്ട്, മാനസികമായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. അസുഖം തന്നെ മാറി ഇങ്ങനെ കുറഞ്ഞു വരുന്നത് ആ ഒരു ഫീലിംഗ് ഉണ്ട്. ശരിക്കും എന്തായാലും ഈ അറിവ് ആളുകളിലേക്ക് എത്തട്ടെ. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന വിസർജ്യങ്ങൾ അത് വിസർജ്യങ്ങളാണെന്ന് തന്നെ മനസ്സിലാക്കുക. അത് ശരീരത്തിന്റെ ഒരു അത്ഭുത പ്രവർത്തനമാണ്. എന്ത് വേസ്റ്റ് ശരീരത്തിലുണ്ടെങ്കിലും അത് പല രൂപത്തിലും ശരീരം പുറന്തള്ളുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രൂപത്തിൽ യൂറിനിലൂടെയും മറ്റു വിസർജ്യത്തിലൂടെയൊക്കെ പോകുന്നത് അത് മാലിന്യമാണെന്ന് തിരിച്ചറിയുക. ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനമാണ്, മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശരീരത്തിന് ഒരു ദോഷവും ചെയ്യാത്ത, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത, ശരീരത്തിൻ്റെ എനർജി വർദ്ധിപ്പിച്ചുകൊണ്ട്, ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സകൾ സ്വീകരിക്കുക. അതിന് അക്യുപഞ്ചർ ഒരു വഴിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സർവ്വ ആയുരാരോഗ്യ സൗഖ്യവും മനസ്സമാധാനവും ദൈവം പ്രദാനം ചെയ്യുമാറാകട്ടെ. താങ്ക് യു.